നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തിരുമേനി എന്തായി പറയുന്നത്? അവനെങ്ങനെ അത് ചെയ്യാൻ പറ്റും? ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞെന്നേ ഉള്ളൂ. സൂര്യക്ക് അങ്ങനെ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ പറ്റില്ലെന്നുള്ളത് എനിക്കും അറിയാം. ഞാൻ ചെയ്തോളാം. സത്യം ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യാൻ തിരുമേനി. നന്ദിനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. സൂര്യ, നീ എന്തായി പറയുന്നത്? ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ സാധിക്കും. പക്ഷേ ഒരു ക്ഷേത്രമുറ്റത്ത് ഭിക്ഷ എടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചെന്നിരിക്കുക, യാചിക്കുക എന്നൊക്കെ പറയുന്നത്, നിന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല. ഞാൻ തീരുമാനം എടുത്തിട്ടാണ് പറയുന്നത് വെച്ചാ. നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരു ജന്മം മുഴുവൻ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. തിരുമേനി, എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞോളൂ. പ്രാർത്ഥിക്കാനും അനുഷ്ഠാനങ്ങൾ നടത്താനും ഒരാൾ തയ്യാറാകുമ്പോൾ പിന്തിരിപ്പിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ സൂര്യ ഒന്നുകൂടി കാര്യമായിട്ട് ആലോചിക്കണം. ഈ കുടുംബം, നിങ്ങൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, ഇതൊക്കെ മറികടന്നാണ് ഇത്തരം ഒരു ക്രിയ ചെയ്യേണ്ടി വരുന്നത്. പണ്ടൊക്കെ ഇത് നടന്നു വന്നിരുന്നൊരു കാര്യമാണ്. വിശുദ്ധ ക്ഷേത്രങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പോലും കുറേ വീടുകൾക്ക് മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിച്ച് അതുമായി പോകുന്നൊരു ശീലമുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അതങ്ങ് നിന്നു. എങ്കിലും ഇപ്പോഴും ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ട്. തിരുമേനി നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ആലോചിച്ചാലോ? ഞാൻ ചെയ്യാം.